ബാംഗ്ലൂർ ഡേയ്സ് ഫൈനൽ പാർട്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ 2 ദിവസം വന്നതിൽ ഇപ്പോഴാണ് തിരക്കില്ലാതെ റോഡ് കാണാൻ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മെയിൻ ആവശ്യത്തിനായിരുന്നു ബാംഗ്ലൂർ വന്നതെന്ന്. അതിനാണ് ഈ രാവിലെ തന്നെ ഇറങ്ങിയത്. എന്താന്ന് വെച്ചാൽ ഇത്താത്താക്ക് എൻക്ലക്സ് സാറിന്റെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്. ഇത്താത്താടെ അങ്ങനെ ഒരു വർഷത്തിന്റെ കഷ്ടപ്പാട് കഴിഞ്ഞു കേട്ടോ. അവള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് കേട്ടോ പാസ്സായത്. പാസ്സായി എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ എല്ലാവർക്കും ഒരു ഭാരം ഒഴിഞ്ഞു പോയാൽ അതിലായിരുന്നു. വൈദവേ നമ്മൾ ബാംഗ്ലൂരിലെ 3ാമത്തെ സ്പോട്ടിൽ വന്നേക്കാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ കെയർ മാർക്കറ്റിലും ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയായിരുന്നല്ലോ. പാർട്ടിൽ ബാംഗ്ലൂരിലെ ലുലു മാളിലേക്കാട്ടോ വന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റിന്റെ ഫുഡാണ്. ഞങ്ങളുടെ ഫുഡൊക്കെ പർച്ചേസ് ചെയ്ത് കഴിച്ചോട്ടോ. പിന്നെ ഞങ്ങൾ ജെയിന് ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിട്ടാ. എനിക്കൊന്നും വാങ്ങലാന്ന് പറഞ്ഞ് കയറിയതാണ് ഞാൻ. പിന്നെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ എന്റെ കൺട്രോൾ അങ്ങ് പോയി. പ്രത്യേകിച്ച് ഈ ഓർണമെന്റ്സിന്റെ സെക്ഷൻ. ഈ സെക്ഷൻസ് ഞാൻ കണ്ട അവിടെ ഒരു 1/2 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അങ്ങ് സമാധാനം. ഈ 3 ബ്രേസ്ലെറ്റിൽ ഞാൻ ഏതെടുത്തത് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. എനിക്ക് ഈ ബാഗ്, ഓർണമെന്റ്സ്, ഈ ഐറ്റംസിനോടൊക്കെ ഒരുതരം പ്രാന്താണ്. അന്ന് ആ പ്രാന്ത് ചെപ്പൽസ്, ഡ്രസ്സ് അതിനോടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മാക്സിലാട്ടൊക്കെ കയറിയത്. ഇത്തത്തമാർക്ക് ജീൻസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ബസ് ബുക്ക് ചെയ്തേക്കണ രാത്രി ആയതുകൊണ്ട് തന്നെ ബസ്സിന്റെ സമയം ആവണ വരെ ഞങ്ങൾ മാളിലാട്ട സ്പെൻഡ്. വൈകുന്നേരം ആയപ്പോ ചായയും കുക്കീസ് ആട്ട കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഊബർ വിളിച്ചാട്ട ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. ഇത്താത്താൻ എക്സാം എഴുതിപ്പിക്കാനാ പോയെങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. യാത്രയുടെ ബെൻസാണ് എന്നിട്ട് ബുക്ക് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും സ്ലീപ്പറാണ് എന്നിട്ട് ബുക്ക് ചെയ്തത്. അന്ന് ഇപ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും സീറ്ററായിട്ട് ബുക്ക് ചെയ്തത്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ബസ്സിൽ കയറിയതും ഞാൻ എന്റെ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനെ ദ എൻഡ് ഓഫ് ബാംഗ്ലൂർ ഡയറീസ്.